എല്ലാവർക്കും അക്യൂ ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് വേക്ക്ഫിറ്റിൻ്റെ ഓർത്തോപീഡിക് മാട്രസ് ആണ്. അപ്പം കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഒരു പുതിയൊരു മാട്രസ് മേടിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഇടയ്ക്കാണ് ഈ വേക്ക്ഫിറ്റിൻ്റെ മാട്രസിൻ്റെ മുകളിൽ നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ഈ മാട്രസ് ഓർഡർ ചെയ്ത് ഇതിൻ്റെ അൺബോക്സിങ് പ്ലസ് റിവ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഈ മാട്രസ് മേടിക്കണോ മേടിക്കണ്ടായോ എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഈ മാട്രസ് നിങ്ങൾക്കും ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആമസോണിൽ കൂടെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അതല്ലാതെ വേക്ക്ഫിറ്റിൻ്റെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അവിടെ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. വേക്ക്ഫിറ്റിൻ്റെ സ്വന്തം വെബ്സൈറ്റിൽ കൂടി നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആമസോണിൽ മിക്കവാറും അവരുടെ MRP തന്നെയാണ് അത് വിറ്റ് പോകുന്നത്. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 20 days ഈ മാട്രസ് റിസീവ് ചെയ്യാൻ വേണ്ടി എടുത്ത്. അപ്പോൾ എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത് കസ്റ്റം സൈസ് മാട്രസ് ആയതുകൊണ്ട് ഞാൻ അത് വലിയ കാര്യമാക്കിയില്ല. കസ്റ്റം സൈസ് എന്ന് പറയുമ്പം എൻ്റെ ബെഡിൻ്റെ അളവനുസരിച്ച് അവർ പ്രത്യേകം മാട്രസ് ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദിവസം എടുത്തുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ചെയ്തില്ല. എന്നാലും കോൺസ്റ്റൻ്റ്ലി ഐ വാസ് ചെക്കിങ് മൈ ഫോൺ ആൻഡ് ഡീറ്റെയിൽസ്. മാട്രസ് എവിടെ എത്തി, ബാംഗ്ലൂരിൽ നിന്നാണ് ഇവരിത് ഡൽഹിയിലോട്ട് ട്രാൻസിറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും കുറേ ദിവസം എടുത്ത് ഇത് എത്താൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാട്രസ് റിസീവ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ആൻറ്റിസിപ്പേഷൻ അതുവരെ ബിൽഡായിരുന്നു, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പാക്കിങ് നല്ലപോലാണ് ഇവർ ചെയ്തേക്കുന്നത്. നല്ലൊരു കാർഡ്ബോർഡിൻ്റെ അകത്താണ് ഇത് പാക്ക് ചെയ്ത് അവർ അയക്കുന്നത്. അപ്പോൾ ഇത് വാക്യൂം സീൽ ചെയ്തിട്ടാണ് അവർ ഈ മാട്രസ് ഇതിൻ്റെ അകത്ത് പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ ബോക്സിൻ്റെ അകത്ത് ആക്കാൻ പറ്റത്തില്ല. അതിൻ്റെ സൈസ് മൊത്തം എക്സ്പാൻഡ് ആവുമല്ലോ. അപ്പം നമുക്ക് എളുപ്പം ഇതിൻ്റെ അൺബോക്സിങ് കാണാം. ഒരു മാട്രസ് ഒരു റോളാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 10 years വാറൻറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10 വർഷത്തെ വാറൻറ്റി ഒരു കമ്പനി തരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതെങ്ങനെയാണ് റിഡീം ചെയ്യുന്നതെന്നൊക്കെ വലിയ കാര്യമാണ്. 10 വർഷത്തേക്കൊക്കെ ഇവർ ഓർത്തിരിക്കുമോ എന്ന് ആർക്കറിയാം. അതല്ലാതെ ഇവർ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന നൈഫും കൂടെ തന്നിട്ടുണ്ട്. ഈ പാക്കറ്റ് മുറിക്കാനായിരിക്കും. നല്ലത് വാറൻറ്റിയെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കാർഡാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സൈഡിൽ വെക്കാം. എന്നിട്ട് എളുപ്പം ഈ മാട്രസ് ഈ പ്ലാസ്റ്റിക് പാക്കിൻ്റെ അകത്തുനിന്ന് എടുക്കാം. ഇത് നല്ലപോലെ വാക്യൂം സീൽ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൺഫൈൻഡ് ആയിട്ട് ആ സൈസ് അത്രയും കുറവായിട്ടിരിക്കുന്നത്. നമ്മൾ ഈ പ്ലാസ്റ്റിക് അങ്ങോട്ട് മുറിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കാറ്റ് കയറാൻ തുടങ്ങും. കാറ്റ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാം, ഈ മാട്രസ് ഇങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അസാധ്യ പാക്കിംഗ് ആണ് ഇവർ ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ്. മാട്രസ് ഓൾമോസ്റ്റ് മൊത്തം എൻ്റെ സൈസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. അവർ പറയുന്ന ഓൾമോസ്റ്റ് 48 hours എടുക്കുമെന്നാണ് ഇത് പ്രോപ്പർ അതിൻ്റെ മൊത്തം സൈസ് എക്സ്പാൻഡ് ചെയ്ത് വരാൻ വേണ്ടി. അപ്പം മാട്രസ് നമ്മൾ തുറന്നു കഴിഞ്ഞ് നല്ല വൈറ്റ് സൈഡാണ്. മാട്രസിന് ഒരു സിപ്പർ കവറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കവർ നിങ്ങൾക്ക് വേണുമ്പോൾ ഒക്കെ അഴുക്കാകുമ്പോൾ ഒക്കെ ഒരു 2 മാസത്തിൽ അല്ലെങ്കിൽ 1 മാസത്തിലൊരിക്കലൊക്കെ ഇത് ഊരി നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാവുന്നതാണ്. അപ്പം വെള്ള കളറായതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് വാഷബിൾ മാട്രസ് കവറാണ്. അതിൻ്റെ കൂടെ അവർ മുകളിൽ തന്നെ ഇട്ട് തരുന്നതാണ്. ഇതിൻ്റെ അകത്താണ് ഫോമായിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കസ്റ്റം സൈസ് മാട്രസ് മേടിച്ചുകൊണ്ട് കറക്റ്റ് എൻ്റെ ബെഡിൻ്റെ
അളവിന് തന്നെയാണ് ആ മാട്രസ് ഉള്ളത്. ഈ മാട്രസ് തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഏത് സൈഡാണ് ഉപയോഗിക്കേണ്ടതെന്ന്, ഫ്രണ്ട് സൈഡ് ഏതാ ബാക്ക് സൈഡ് ഏതാണ്. കാരണം ഞാൻ അല്ലാതെ പേപ്പറിലൊക്കെ നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ഗ്രേയും ആയിരുന്നു. പക്ഷേ ഇവർ ഇതിന്റെ മോഡൽ എങ്ങാണ്ട് ചേഞ്ച് ചെയ്തെന്ന് തോന്നുന്നു, രണ്ട് സൈഡും വൈറ്റ് ആണ്. അപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് സൈഡാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ എനിക്ക് ഈ മാട്രസിന്റെ അകത്ത് കുറെ ലെയേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഓർത്തോപെഡിക് ഫോം അല്ലെങ്കിൽ മെമ്മറി ഫോം ഉള്ള ആ ഒരു സൈഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആ ലെയേഴ്സ് നമുക്ക് ഇതിന്റെ അകത്ത് കുറെ ലെയേഴ്സ് കാണാൻ സാധിക്കും. ഇത്രയും തിക്കായിട്ടുള്ളതാണ് ഈ ഒരു ഫോം ലെയർ. അത് കഴിഞ്ഞിട്ട് ഈ വരുന്നതാണ് മെമ്മറി ഫോം. ഇത് കണ്ടോ, ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് ഇച്ചിരി കൂടെ ഹാർഡായിട്ടുള്ള ഫോം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ലെയർ വരുന്നതാണ് ഈ ഒരു ഫോം. സോ ദിസ് ഈസ് ബേസിക്കലി how the mattress has been divided. ഓക്കെ, അൺബോക്സിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന ഈ മാട്രസ് ഓൾമോസ്റ്റ് 3 days യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. മാട്രസ് മേടിച്ച സമയത്ത് അല്ലെങ്കിൽ ഡെലിവർ ആയ സമയത്തുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ഹാപ്പിനെസ് എക്സാക്ട്ലി ഈ മൂമെന്റിൽ ഇല്ല. കാരണം അൺബോക്സിംഗ് ചെയ്ത ദിവസം തന്നെ രാത്രി ഞാൻ ഈ മാട്രസ് ഉപയോഗിച്ചായിരുന്നു. നമ്മൾ കിടക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ഒരു ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് തോന്നും, നല്ലൊരു സോഫ്റ്റ് ഫിനിഷ് ആയതുകൊണ്ട്. എന്തായാലും ഞാൻ രാത്രി തന്നെ എണ്ണിച്ചപ്പം എനിക്ക് വല്ലാത്തൊരു സ്ട്രെസ് എൻ്റെ ബാക്ക് സൈഡിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത്രയും കൺസിഡർ ചെയ്തില്ല, വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് കിടന്ന്. പക്ഷെ രാവിലെ എണ്ണിച്ചപ്പോൾ ആ സ്ട്രെസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി ഒരു വല്ലാത്തൊരു പെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല, പെയിൻ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ഒരു വല്ലാത്തൊരു സ്ട്രെസ് പോലത്തെ ഒരു ആ കാര്യമാണ്. അപ്പം ഞാൻ ഓർത്ത് മേ ബി പുതിയ മാട്രസ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം എടുക്കുമായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ രാത്രി പിന്നെ നമ്മൾ ഈ മാട്രസിൽ തന്നെയാണ് കിടന്നുറങ്ങിയ. അപ്പം അന്ന് രാത്രിയിലും അതുപോലെ തന്നെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എണ്ണിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലതായിട്ട് ബാക്ക് പെയിൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അത് വളരെ ഒരു വിയേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് ഇതുവരെ ഇങ്ങനെ ബാക്കിൻ്റെ പെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. സോ അപ്പം തന്നെ ഞാൻ ഓർത്ത് ഈ മാട്രസ് നമുക്ക് പുതിയ മാട്രസ് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് തന്നെ അത് മനസ്സിലായി. പക്ഷെ ഇനിയും കിടന്നു കഴിഞ്ഞാൽ ഈ വേദന കൂടുമോ എന്നുള്ളവരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്ത് വേണ്ട, നമ്മൾ എന്തോ ഇങ്ങനെ പരീക്ഷണം നടത്തുന്നു, നമ്മുടെ ഹെൽത്തുമായിട്ട് പരീക്ഷണം നടത്തേണ്ട കാര്യമില്ല. അപ്പം എന്തായാലും അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിന്റെ ബാക്കി റിവ്യൂസ് ഒക്കെ ഓൺലൈൻ പോയി നോക്കിയായിരുന്നു. കാര്യം ആദ്യം മേടിക്കുന്നതിന് മുമ്പേ ഇതിന്റെ വെബ്സൈറ്റിൽ മാത്രമേ നമ്മൾ ഇതിന്റെ റിവ്യൂസ് നോക്കിയുള്ളായിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി അവരുടെ സ്വന്തം വെബ്സൈറ്റിൽ അവർ നെഗറ്റീവായിട്ടൊന്നും എഴുതത്തില്ലല്ലോ. അപ്പം ഞാൻ യൂഷ്വലി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓൺലൈൻ മേടിക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് നല്ലൊരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടേ യൂഷ്വലി അത് ഓർഡർ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതിന്റെ കുറെ ഞാൻ പ്രൊമോഷണൽ വീഡിയോസും അല്ലാതെ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇതിന്റെ കുറെ പോസിറ്റീവ് റിവ്യൂസ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്.
അപ്പം ഡെഫിനറ്റ്ലി ആ സമയത്ത് നമ്മൾ ആ ഒരു ഹരിയിലായിരുന്നു. കാരണം അവർ ഈ ഒരു സ്വദേശി എന്ന് പറയുന്ന ഒരു വൗച്ചർ അവർ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു 10,000 rupees MRP ഉള്ള ആ ഒരു മാട്രസ് അവർ നല്ലൊരു ഡിസ്കൗണ്ടിൽ ഐ ഗെസ് ഐ പെയ്ഡ് 6,272 or 74 rupees ഫോർ ദിസ് മാട്രസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട്. അപ്പം ഐ തോട്ട് മേ ബി അത്രയും നല്ല വിലയുള്ള ഒരു മാട്രസ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അത് വേക്ക്ഫിറ്റ് പോലെ നല്ലൊരു ബ്രാൻഡാണ്, നല്ല പേരുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടുതൽ ചിന്തിക്കാതെ തന്നെ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്ത്. And one more good thing that I thought about Wakefit was ഇവർ കസ്റ്റം സൈസ് അലൗ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബെഡിന്റെ സൈസ് നിങ്ങൾ അളന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയ സൈസിൽ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പം എന്റെയും കസ്റ്റം സൈസ് ആയിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത്. അതിന് കുറച്ച് എക്സ്ട്രാ എമൗണ്ട് അവർ ചാർജ് ചെയ്യും. അപ്പോൾ ആ എമൗണ്ട് കൂടെ പേ ചെയ്ത് ആ കസ്റ്റം സൈസ് മേടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് 5,800-900 മാത്രമേ ചാർജ് ആകത്തുള്ളായിരുന്നു. പക്ഷെ ആ കസ്റ്റം സൈസ് കൂടെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറച്ചുകൂടെ എമൗണ്ട് അതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്ത്. എന്തായാലും ഐ വാസ് പ്രിറ്റി ലൈക്ക് ഹാപ്പി ദാറ്റ് 10 വർഷത്തെ അവർ വാറന്റി ഒക്കെ തരുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മളൊരു മാട്രസ് മേടിക്കുമ്പോൾ അത് ഒരു 1-2 ദിവസം ഉപയോഗിക്കാനല്ലോ. അപ്പം കറക്റ്റ് സൈസും അതിൻ്റെ കറക്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് കുറേ വർഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് എടുത്ത് കളയേണ്ട ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് സൈസൊക്കെ ഇട്ട് കസ്റ്റം സൈസ് ആ മേടിച്ചത്. വന്നു കഴിഞ്ഞിട്ടുള്ള ഇപ്പം ഞാൻ 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഫ്ലിപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കിയായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് എക്സ്പീരിയൻസ്. ആ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അത് ഇതുവരെ അങ്ങനത്തെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഇല്ലായിരുന്നു. അപ്പം നമുക്ക് അവരുടെ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി നമ്മുടെ ഹെൽത്ത് സ്റ്റേക്കിലോട്ട് ഇട്ടാൻ പറ്റും. സെക്കൻഡ് ടൈം ഞാൻ ഈ ബാക്ക് പെയിൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ തന്നെ ഐ ലൈക്ക് വെന്റ് അപ്പ് ടു ആമസോണിൽ പോയി ഇതിന്റെ കുറെ റിവ്യൂസ് നോക്കിയപ്പം വേറെ കുറെ ആൾക്കാരും ഇങ്ങനെ ഇതിന്റെ ഈ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്ക് പെയിൻ തുടങ്ങിയത്. അപ്പം ദെൻ ഐ ആക്ച്വലി റിലേറ്റഡ് ടു ഇറ്റ്. മേ ബി ഇറ്റ് ഈസ് ട്രൂ. ഏതാണ്ട് ഒരു ക്വാളിറ്റീന്റെ ഏതാണ്ട് ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഞാൻ വേറെ ഒരു റിവ്യൂ ഏതോ ഒരു പേഴ്സന്റെ കണ്ട് അദ്ദേഹം 2 വർഷം മുമ്പ് ഈ സെയിം മാട്രസ് മേടിച്ചായിരുന്നു. എന്നിട്ട് അവരിപ്പം പിന്നെ ആ മാട്രസ് തന്നെ ഒന്നുകൂടെ ഓർഡർ പ്ലേസ് ചെയ്ത്. അപ്പൊ അവര് കമ്പയർ ചെയ്തപ്പം പഴയ മേടിച്ച മാട്രസിന്റെ ഫോമിന്റെ തിക്നെസ് ഒന്നുകൂടെ കൂടുതലായിരുന്നു. ഇപ്പം പുതിയത് അവര് പ്ലേസ് ചെയ്ത ഓർഡറിന്റെ ആ മാട്രസിന്റെ തിക്നെസ്സുമായിട്ട് കമ്പയർ ചെയ്തപ്പം പുതിയ മാട്രസ് തിക്നെസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു ഡിസ്കൗണ്ട് തരുന്ന ആ ഒരു ഐ ഗസ് ആ സ്പാനിൽ തന്നെ എനിക്ക് തോന്നുന്നു വേക്ക്ഫിറ്റുകാർ അവരുടെ ക്വാളിറ്റിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് എക്സ്പെക്റ്റഡ് ഔട്ട് ഓഫ് വെരി ഗുഡ് ബ്രാൻഡ്. എന്തായാലും ഞാൻ അവരെ കസ്റ്റമർ കെയറിൽ ഞാൻ സംസാരിച്ചു. ബിക്കോസ് ആമസോണിൽ കുറെ വേറെ റിവ്യൂസും ഉണ്ടായിരുന്നു ദാറ്റ് ദ റിട്ടേൺ പോളിസി ആൻഡ് ദ റിഫണ്ട് ഇസ് എ നൈറ്റ് മെയർ. നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിരിക്കും. നിങ്ങൾക്ക് ഇത് മേടിച്ച് തന്നെ ഒരു തെറ്റായിട്ട് തോന്നുമെന്ന്. പക്ഷെ എന്തായാലും ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ പോയി ഞാൻ പ്ലേസ് ചെയ്ത ഓർഡറിൽ കൂടെ തന്നെ ഞാൻ ചാറ്റ് ചെയ്ത് കസ്റ്റമർ കെയറിലോട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ലൈക്ക് ഐ എം എക്സ്പീരിയൻസിങ് സം ബാക്ക് പെയിൻ ആൻഡ് ഐ യൂസ്ഡ് ഇറ്റ് ഫോർ 2 days. നൗ ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ഇൻ മൈ റൂം ആൻഡ് ഐ എം നോട്ട് യൂസിങ് ഇറ്റ്. ഐ വാണ്ട് എ റിഫണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ദിവസമെങ്കിലും നിങ്ങൾ ഇതിന്റെ സൈഡ് ഫ്ലിപ്പ് ചെയ്ത് നോക്ക്, എന്നിട്ട് ഉപയോഗിക്കും. 25 ദിവസമെങ്കിലും മിനിമം ഉപയോഗിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതുപോലെ വേദന ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആ എക്സ്പെരിമെന്റ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ നമുക്ക് വേദന ഇങ്ങനെ ഇല്ലാത്ത വേദന ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൈസ കൊടുത്ത് അടി മേടിക്കുന്ന സ്വഭാവം എന്തേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഐ ടോൾഡ് ദം ദാറ്റ് ഐ ആം നോട്ട് റെഡി ടു ലൈക്ക് പുട്ട് മൈ ബാക്ക് അറ്റ് സ്റ്റേക്ക് ഫോർ യുവർ എക്സ്പെരിമെന്റ്. അപ്പം അവർ പറഞ്ഞു ഓക്കെ സാർ, നിങ്ങൾക്ക് ഇത് റിഫണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു മെയിൽ കസ്റ്റമർ കെയർ അവരൊരു മെയിൽ ഐ ഡി തന്നാൽ ആ അവത്തിലോട്ട് എഴുതിയാൽ മതി. എന്തായാലും അവർ അവിടുന്ന് ഒരു ടിക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അവർക്ക് മെയിൽ അന്ന് തന്നെ എഴുതി ഇങ്ങനെ ഈ പ്രോബ്ലം റിപ്പോർട്ട് ചെയ്ത് ഓർഡർ നമ്പറും സ്ക്രീൻഷോട്ടും പിന്നെ ഇൻവോയ്സും ഒക്കെ ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തങ്ങ് വിട്ടു. പക്ഷെ ഐ ഡിഡ് നോട്ട് ഗെറ്റ് എനി റെസ്പോൺസ് അൺടിൽ ലൈക്ക് ഈവനിങ്. രാവിലെ ആയിരുന്നു ഞാൻ മെയിൽ അയച്ചത്, എനിക്കൊരു റെസ്പോൺസും വന്നില്ല. പിന്നെ വൈകുന്നേരം ഞാൻ വെറുതെ കിടക്കുമായിരുന്നു.
പഴയ മറ്റേല് ബിക്കോസ് വി മൂവ്ഡ് ഇറ്റ് ടു ദിസ് പ്ലേസ് ആൻഡ് ഡെഫിനറ്റ്ലി ആ ഓൾഡ് മാട്രസ് നമ്മൾ ലോക്കൽ മേടിച്ചെങ്കിലും it was a decent quality mattress and I had no such problems while I was sleeping on that mattress. എന്തായാലും I happened to scroll through many posts to Instagram. അപ്പം അതിൻ്റെ അകത്ത് ഈ വേക്ക്ഫിറ്റിൽ നിന്ന് തന്നെ ഒരു സ്പോൺസേർഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്തുവാ, എനിക്കും മേടിക്കുന്നത് നല്ല മാട്രസ് ആണല്ലോ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ എഴുതുന്നുണ്ടായിരുന്നു. I like replied to one of those customers, നിങ്ങളിത് മേടിക്കല്, നിങ്ങളുടെ പൈസ വേസ്റ്റ് ആയി പോകും, എനിക്ക് ബാക്ക് പെയിൻ ആകാൻ. I just like I started ranting over there അവരുടെ പോസ്റ്റിൽ തന്നെ. There were many people I replied to them and അപ്പം തന്നെ വേക്ക്ഫിറ്റുകാർ ഞാൻ മെസ്സേജ് എഴുതുമ്പോൾ തന്നെ ആ കമൻറ്റ് എഴുതുമ്പോൾ തന്നെ അവരൊരു 5-6 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ആ ഒരു കമൻറ്റ് അവർ ഡിലീറ്റ് ചെയ്തു. Within like 5 to 10 minutes I got a reply to the mail. രാവിലെ അയച്ച ഇമെയിലിൻ്റെ റിപ്ലൈ എനിക്ക് ആ സമയം തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ ഈ റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിസ്റ്റം ജനറേറ്റഡ് ഇമെയിൽ ആയിരുന്നു. അപ്പം നിങ്ങൾ അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വ്യക്തിക്കാണ് ഞാൻ മെയിൽ അയക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ ടേക്ക് ടൈം ടു പ്രോസസ് ആൻഡ് ദേ സീസ്, അവർക്ക് സമയമുള്ളപ്പോൾ അവർ റിപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് സിസ്റ്റം ജനറേറ്റഡ് മെയിൽ പോലും എനിക്ക് വന്നത്. യൂഷ്വലി സിസ്റ്റം ജനറേറ്റഡ് മെയിൽ നമ്മൾ മെയിൽ അയക്കുമ്പോൾ തന്നെ ദേ ഷൂട്ടഡ് ബാക്ക് ദാറ്റ് യുവർ ടിക്കറ്റ് ഹാസ് ബീൻ ജനറേറ്റഡ് ആൻഡ് ആരെങ്കിലും നിങ്ങളെ വിതിൻ 48 hours കോൺടാക്ട് ചെയ്യുമെന്ന്. അപ്പോൾ ആ മെയിൽ പോലും അയക്കാൻ വേണ്ടി ഒരു കുറേ സമയം എടുത്തു. ആൻഡ് മേ ബി ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ ലൈക്ക് വെരി കോഇൻസിഡൻറ്റ്. ഞാൻ അവിടെ കമൻ്റ് ഒക്കെ ചെയ്ത് അവരുടെ ആ ഒരു ഡീഫ്രെയിം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് റിപ്ലൈ കിട്ടി. ആൻഡ് നെക്സ്റ്റ് ഡേ ഐ ഗോട്ട് എ കോൾ ഫ്രം വേക്ക്ഫിറ്റ്. അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് കോൾ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു എന്തോ സർ പ്രോബ്ലം. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ തൊട്ട് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, നിങ്ങളുടെ കസ്റ്റമർ കെയറുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ എന്തോ 25 days എങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊന്നും വയ്യ, എൻ്റെ പുറത്തെ വെള്ളം കൂടി കഴിഞ്ഞാൽ ആരും റെസ്പോൺസിബിൾ ആകും. അപ്പോൾ അവരെന്തായാലും അത് അക്സെപ്റ്റ് ചെയ്ത് അവർ പറഞ്ഞു ഓക്കെ സാർ ഞങ്ങൾ റിട്ടേൺ ഇവിടുന്ന് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഒരു പാക്ക് ചെയ്യാൻ വേണ്ടി ഒരു മെറ്റീരിയൽ ഞങ്ങൾ അയച്ചു തരും, അത് പാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ അയച്ചു തരണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും പിക്കപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് തിരിച്ചു നമുക്ക് വന്ന രീതിയിൽ റോൾ ബാക്ക് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. എന്തായാലും വൃത്തികേടാകാതെ അത് ഒരു പ്ലാസ്റ്റിക് പാക്കിങ്ങിൽ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഐ ഹോപ്പ് ദിസ് എൻറ്റയർ പ്രോസസ് ബിക്കംസ് ഈസി ആൻഡ് എനിക്ക് എൻ്റെ പൈസ തിരിച്ച് കിട്ടുമെന്ന്. ബിക്കോസ് definitely I am asking Wakefit to work on this thing. കാരണം it's not obviously everyone is attracted by discount, പക്ഷേ I am ready to pay some good amount for a good mattress. മാർക്കറ്റിൽ കുറേ മാട്രസ് ഉണ്ട്. It's very confusing for everyone to select the right kind of mattress. പക്ഷെ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ലോക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ ഈ മാട്രസ് ട്രൈ ചെയ്തിട്ട് മേടിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഐ എം നോട്ട് സെയിങ് ഓൺലൈൻ നിങ്ങൾ മാട്രസ് മേടിക്കുകയാണെങ്കിൽ അത് ശരിയല്ലായിരിക്കും, ബട്ട് ദ എൻറ്റയർ പ്രോസസ് ഈസ് വെരി സ്ട്രെസ്ഫുൾ. ഹാസൽ ഫ്രീ ആണെന്ന് അവർ പറയും, പക്ഷെ നമുക്ക് ഈ മെയിൽ എഴുതുക, അവരുടെ കോൾ അറ്റൻഡ് ചെയ്ത് അവരോട് റെസ്പോണ്ട് ചെയ്യുക, അവരോട് പറഞ്ഞു കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇത് പാക്ക് ചെയ്ത് ഇനി അവർക്ക് കൊടുത്തു വിടുക, കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് ഇവർ ഈ പൈസ എന്ന് തിരിച്ചു തരുമെന്നോ, അത് മൊത്തം ഒരു it's a whole cycle. So you will have to go through the entire system if the product is not good. അതുകൊണ്ട് തന്നെ it's much more better to go to a shop and അവിടെ എനിക്ക് തോന്നുന്നു വേക്ക്ഫിറ്റിന്റെ മാത്രമല്ല സ്ലീപ്പിൽ ഞങ്ങളുടെ അടുത്ത് വേറെ ഒരു സ്ലീപ്പിന്റെ ഒരു മാട്രസ് കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മാട്രസസ് ദാറ്റ് ഐ ഹവ് എവർ യൂസ്ഡ്. അപ്പം എന്തായാലും ബിഫോർ യു ബൈ എനിത്തിങ് ഓൺ ദ ഇന്റർനെറ്റ് യു നീഡ് ടു ഡബിൾ ചെക്ക് ആക്ച്വലി. അതിനെക്കുറിച്ച് നല്ലപോലെ ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മേടിക്കുക. പോസിറ്റീവും നെഗറ്റീവ് റിവ്യൂസും എല്ലാം വായിച്ച് കഴിഞ്ഞിട്ട്, സ്പെഷ്യലി ഇതുപോലത്തെ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഗാഡ്ജറ്റ് വല്ലതും മേടിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്ക് വലിയ ഹാം ഒന്നും ചെയ്യാത്തതാണ്. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഇൻഡയറക്ട്ലി എഫക്റ്റ് ചെയ്യും. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ചുകൂടെ റിസർച്ച് ചെയ്തിട്ട് റൈറ്റ് പ്രൊഡക്റ്റ് മാത്രം നമുക്ക് ചൂസ് ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു ഹെൽത്തിന് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്
ഒന്നുകൂടെ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ല. സോ ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. എന്തായാലും ഐ ഹോപ്പ് വേക്ക്ഫിറ്റ് കീപ്സ് ഓൾ ദീസ് തിങ് ഇൻ മൈൻഡ് ആൻഡ് ട്രൈ ടു ബെറ്റർ ദെയർ പ്രോഡക്റ്റ്. കാരണം അവർ മാർക്കറ്റിംഗ് ചെയ്യുന്ന നല്ല സൂപ്പർ ക്വാളിറ്റി മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ആര് വേണമെങ്കിലും വീണ് പോകും അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ the product is not up to the mark, I would say. From my experience, I have nothing negative against Wakefit, but I am just sharing my experience, the way I found the product to be. This video is the second part undakanulla sole purpose just to make you aware that there are a lot of like advertisements and reviews on the internet. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ ചിലപ്പം ആ പ്രൊഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടി മാത്രം കള്ളം പറയുന്നതായിരിക്കും. അപ്പം യെസ്, ദാറ്റ് ഈസ് ഹൗ ഇന്റർനെറ്റ് വർക്ക്സ്. ഇന്റർനെറ്റ് ഒന്നും ഫ്രീ അല്ല. സോ മോസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ദാറ്റ് യു സീ ഓൺ ദ ഇന്റർനെറ്റ് ഹാസ് ടു ബി സം കൈൻഡ് ഓഫ് ബൈസ്ഡ് കണ്ടന്റ്. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി you want unbiased reviews. So if you are interested in unbiased reviews, honest opinions of every product, subscribe to my YouTube channel, Aculife Malayalam. The channel is an unbiased and honest reviews are there. I hope. I don't know refund process എത്ര hassle free ആയിരിക്കുമെന്ന്. കാരണം റിവ്യൂസിലൊക്കെ ആൾക്കാർ എഴുതിയേക്കുന്നത് it's a nightmare. But so far the experience has been just fine. I'll keep you posted. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക and I'll keep you updated for all those unbiased reviews on this channel. നല്ല ഓണസ്റ്റ് ഒപ്പീനിയൻ ആയിരിക്കും ഞാൻ തരുന്നത്. നിങ്ങൾക്ക് ഓണസ്റ്റ് റിവ്യൂസ് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ എഴുതുക what all do you want me to review. So it will be totally upon you. ഉള്ള ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഈ ചാനലിൽ റിവ്യൂ ചെയ്യുന്നത്. ദിസ് ചാനൽ ഈസ് ഓൾ അബൌട്ട് ഹാപ്പിനെസ്, എവറിത്തിങ് ദാറ്റ് മേക്സ് അവർ ലൈഫ് ബെറ്റർ. അപ്പോൾ അതിനകത്ത് ഗാഡ്ജറ്റ്സും വരും, ഈ മാട്രസും വരും. ഈ മാട്രസ് വരുന്നില്ല, കാരണം നല്ല മേടിക്കുകയാണെങ്കിൽ അതും വരും. ആൻഡ് സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ എ ലിറ്റിൽ ഹെൽപ്ഫുൾ. Please do not go on all those videos or reviews on internet. നിങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്ന അഡ്വർടൈസ്മെന്റും പകുതി റിവ്യൂസും ആർ വെരി ബയസ്ഡ്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ ട്രാപ്പ് ചെയ്ത് ആ പ്രൊഡക്റ്റ് നിങ്ങളെ കൊണ്ട് മേടിപ്പിക്കാനുള്ള ഒരു ഇറ്റ്സ് എ ട്രാപ്പ്. സോ ഡെഫിനറ്റ്ലി അൺബയസ്ഡ് ഒപ്പീനിയൻസിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അൺബയസ്ഡ് ആയിട്ടുള്ള റിവ്യൂ ഇടുന്നതായിരിക്കും. So that you get the right information and you can select the right product before you buy it. Well, that's all for today. I hope you liked this video and it was helpful for you. This is Akshay signing off. Bye.